ഹലോ ഡിയർ UPSC ആസ്പിരൻസ്, തക്ഷശില IAS അക്കാഡമിയുടെ മറ്റൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജോഗ്രഫി കറണ്ട് അഫയേഴ്സുമായി കണക്ട് ചെയ്തുകൊണ്ട് പ്ലേസസ് ഇൻ ന്യൂസ് എന്ന് പറയുന്ന ഒരു സീരീസ് നമ്മൾ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്ന് കാണുന്ന രണ്ട് പ്ലേസസ് നമ്മൾ കാണുന്നുണ്ട്. ഇന്ത്യൻ ഓഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള രണ്ട് പ്ലേസസ്. അതേതാണ് എന്നും അതിന്റെ വാർത്തയിലേക്കും നമുക്ക് ജസ്റ്റ് ഒന്ന് പോകാം. പ്ലേസസ് ഇൻ ന്യൂസ്. ഇന്ന് നമ്മൾ നോക്കുന്ന രണ്ട് പ്ലേസുകൾ കാൾസ്ബർഗ് റിഡ്ജും അഫനാസി നിക്കിറ്റിൻ സീമൗണ്ടുമാണ്. നമുക്ക് ന്യൂസിലേക്കൊന്ന് പോകാം. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് കറണ്ട് അഫയേഴ്സിൽ വന്ന ന്യൂസ് എന്ന് നോക്കാം. കാൾസ്ബർഗ് റിഡ്ജ് ആൻഡ് അഫനാസി നിക്കിറ്റിൻ സീമൗണ്ട് ഇൻ ഇന്ത്യൻ ഓഷൻ are of New Delhi's interest, for which it has submitted applications for exploration to International Seabed Authority. അപ്പോൾ ഈ കാൾസ്ബർഗ് റിഡ്ജിലും അഫനാസി നിക്കിറ്റിൻ സീമൗണ്ടിനും എക്സ്പ്ലോറേഷൻ നടത്താൻ വേണ്ടിയിട്ട് ഇന്ത്യ ഇന്റർനാഷണൽ സീബെഡ് അതോറിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ന്യൂസ്. അപ്പൊ ഇന്റർനാഷണൽ സീബെഡ് അതോറിറ്റിയെ കുറിച്ച് ഒന്ന് ജസ്റ്റ് നിങ്ങൾ തന്നെ സെർച്ച് ചെയ്ത് കൊള്ളുക. അപ്പൊ ഇന്ന് നമ്മൾ പ്ലേസസ് ഇൻ ന്യൂസ് എന്ന് പറയുന്ന ഈ സീരീസിൽ കാൾസ്ബർഗ് റിഡ്ജിനെ കുറിച്ചും അഫനാസി നിക്കിറ്റിൻ സീമൗണ്ടിനെ കുറിച്ചുമാണ് പറയുക. അപ്പൊ ഈ ന്യൂസിൽ നിന്ന് തന്നെ മനസ്സിലാക്കി ഈ രണ്ട് സ്ഥലങ്ങളും കാൾസ്ബർഗ് റിഡ്ജും അതുപോലെ തന്നെ അഫനാസി നിക്കിറ്റിൻ സീമൗണ്ടും ഇന്ത്യൻ ഓഷന്റെ പാർട്ടാണ് എന്ന് നിങ്ങൾക്ക് ന്യൂസിന്റെ ഹെഡിങ്ങിൽ നിന്ന് തന്നെ മനസ്സിലായി. ഇനി നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. The Carlsberg Ridge located away from India's western shore. ഇന്ത്യയുടെ വെസ്റ്റേൺ ഷോറിൽ നിന്ന് അകലെ കിടക്കുന്ന ഒരു സ്ഥലമാണ് അല്ലെങ്കിൽ ഒരു ഏരിയയാണ് കാൾസ്ബർഗ് റിഡ്ജ്. ഇനി അഫനാസി നിക്കിറ്റിൻ സീമൗണ്ട് ലൊക്കേറ്റഡ് അവേ ഫ്രം ഈസ്റ്റേൺ ഷോർ. അപ്പൊ ഇന്ത്യയുടെ വെസ്റ്റേൺ ഷോറിൽ കിടക്കുന്നതാണ് കാൾസ്ബർഗ് റിഡ്ജ്. ഇന്ത്യയുടെ ഈസ്റ്റേൺ ഷോറിൽ കിടക്കുന്നതാണ് അഫനാസി നിക്കിറ്റിൻ സീമൗണ്ട് എന്ന് മനസ്സിലാക്കുക. അപ്പൊ ഇതിന്റെ ലൊക്കേഷൻ ഒന്ന് ഇന്ത്യയുടെ വെസ്റ്റേൺ സൈഡിലും മറ്റൊന്ന് ഇന്ത്യയുടെ ഈസ്റ്റേൺ സൈഡിലുമാണ് എന്ന കാര്യം ഒന്ന് ഓർത്തുകൊള്ളുക. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി ഇതിന്റെ എക്സാക്ട് ആയിട്ടുള്ള ലൊക്കേഷനും കൂടി നിങ്ങളൊന്ന് മാപ്പ് വെച്ച് അറ്റ്ലസ് വെച്ച് നോക്കണം. ഇവിടെ ഞാൻ ജസ്റ്റ് ഇതൊന്ന് പറഞ്ഞു തരാം. ഇവിടെ പിക്ചേഴ്സ് ഒന്നും കൊടുത്തിട്ടില്ല. നിങ്ങൾ അറ്റ്ലസ് നോക്കി ഫിസിക്കൽ ആൻഡ് പൊളിറ്റിക്കൽ മാപ്പ് എല്ലാം എടുത്തു വെച്ച് ഇതിന്റെ ലൊക്കേഷൻ ഒന്ന് ഐഡന്റിഫൈ ചെയ്ത് വെക്കുക. കാൾസ്ബർഗ് റിഡ്ജ് ഈസ് ദ നോർത്തേൺ സെക്ഷൻ ഓഫ് ദ സെൻട്രൽ ഇന്ത്യൻ റിഡ്ജ്. അപ്പൊ സെൻട്രൽ ഇന്ത്യൻ റിഡ്ജിന്റെ നോർത്തേൺ പോർഷനെയാണ് നമ്മൾ കാൾസ്ബർഗ് റിഡ്ജ് എന്ന് വിളിക്കുക. ഇറ്റ്സ് എ ഡൈവർജന്റ് ടെക്ടോണിക് പ്ലേറ്റ് ബൗണ്ടറി. ഇതൊരു അകന്നു പോകുന്ന ഡൈവർജന്റ് ആയിട്ടുള്ള ടെക്ടോണിക് പ്ലേറ്റ് ബൗണ്ടറി ആണെന്ന് മനസ്സിലാക്കുക, ബിറ്റ്വീൻ ആഫ്രിക്കൻ പ്ലേറ്റ് ആൻഡ് ദ ഇൻഡോ ഓസ്ട്രേലിയൻ പ്ലേറ്റ്. അപ്പൊ ആഫ്രിക്കൻ പ്ലേറ്റിന്റെയും ഇൻഡോ ഓസ്ട്രേലിയൻ പ്ലേറ്റിന്റെയും ഇടയ്ക്കുള്ള ഒരു ടെക്ടോണിക് പ്ലേറ്റ് ബൗണ്ടറിയാണ് ആക്ച്വലി ഏത് സെൻട്രൽ ഇന്ത്യൻ റിഡ്ജ് എന്ന് പറയുന്നത്. അപ്പൊ ഈ സെൻട്രൽ ഇന്ത്യൻ റിഡ്ജിന്റെ നോർത്തേൺ സെക്ഷൻ ആണ് കാൾസ്ബർഗ് റിഡ്ജ് എന്നറിയപ്പെടുക. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു ഡൈവർജന്റ് ടെക്ടോണിക് പ്ലേറ്റ് ബൗണ്ടറി ആണെന്ന് മനസ്സിലാക്കുക. ആ പ്ലേറ്റ് ബൗണ്ടറിയുടെ നോർത്തേൺ സൈഡിനെയാണ് നമ്മൾ കാൾസ്ബർഗ് റിഡ്ജ് എന്ന് വിളിക്കുക. ഇനി ഇതിന്റെ ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ മാപ്പിംഗിൽ ഇറ്റ് റണ്ണിങ് എലോങ് ദ ഓഷൻ ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് ആഫ്രിക്ക. അതായത് ഇന്ത്യയുടെയും ആഫ്രിക്കയുടെയും മാപ്പ്. അപ്പൊ അതിൽ ആ ഓഷ്യാനിക് റീജിയനിൽ ഇന്ത്യയും ആഫ്രിക്കയും വേർതിരിക്കുന്ന ഓഷ്യാനിക് റീജിയന്റെ ഏതാണ്ട് ഒരു നടുക്കൂടിയായിട്ടാണ് ഈ റിഡ്ജ് പാസ് ചെയ്യുക. അപ്പൊ നിങ്ങൾ ഈ പറയുന്ന സെൻട്രൽ ഇന്ത്യൻ റിഡ്ജ് എന്താണെന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. അതിന്റെ നോർത്തേൺ സൈഡിനാണ് കാൾസ്ബർഗ് റിഡ്ജ് എന്ന് പറയുക. ഇനി അഫനാസി നിക്കിറ്റിൻ സീമൗണ്ട്, അത് ഞാൻ പറഞ്ഞു ഇന്ത്യയുടെ ഈസ്റ്റേൺ സീഷോറിൽ നിന്ന് അകലെയായിട്ടാണ് കിടക്കുക എന്ന് പറഞ്ഞു. ദ അഫനാസി നിക്കിറ്റിൻ സീമൗണ്ട് ഈസ് എ മേജർ സ്ട്രക്ചറൽ ഫീച്ചർ ഇൻ ദ ഇന്ത്യൻ ഓഷൻ. ഇന്ത്യൻ ഓഷനിലുള്ള ഒരു മേജർ സ്ട്രക്ചറൽ ഫീച്ചർ ആണ് അഫനാസി നിക്കിറ്റിൻ സീമൗണ്ട് എന്ന് പറയുന്നത്. റൈസിംഗ് അപ്പ് എബോവ് ദ സീബെഡ് ബട്ട് ബിലോ ദ സർഫസ്. അപ്പൊ സീബെഡിൽ നിന്ന് ഉയർന്ന് എന്നാൽ സീ സർഫസിൽ നിന്ന് താഴെയായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു മൗണ്ട് ആണ്, ഒരു സീമൗണ്ട് ആണ് അഫനാസി നിക്കിറ്റിൻ സീമൗണ്ട് എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ എക്സാക്ട് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ഇൻ ദ സെൻട്രൽ ഇന്ത്യൻ ബേസിൻ സൗത്ത് ഈസ്റ്റ് ടു ശ്രീലങ്ക. ശ്രീലങ്കയുടെ സൗത്ത് ഈസ്റ്റേൺ സൈഡിലായിട്ട് റൈറ്റ് ബിലോ ദ ഇക്വേറ്റർ. ഇക്വേറ്ററിന്റെ ജസ്റ്റ് താഴത്ത് റൈറ്റ് ബിലോ ദ ഇക്വേറ്റർ ടു ദ വെസ്റ്റ് ഓഫ് സിംഗപ്പൂർ. സിംഗപ്പൂരിന്റെ വെസ്റ്റേൺ സൈഡിലായിട്ട്. അപ്പൊ അറ്റ്ലസ് വെച്ച് നിങ്ങൾക്ക് ഇത് ഏകദേശം ഒന്ന് മാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. അതായത് ഇക്വേറ്ററിന്റെ തൊട്ട് താഴെയായിട്ട്
ശ്രീലങ്കയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ശ്രീലങ്കയുടെ സൗത്ത് ഈസ്റ്റിലും സിംഗപ്പൂരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സിംഗപ്പൂരിന്റെ വെസ്റ്റേൺ സൈഡിലുമായിട്ട് കാണുന്ന ഒരു സീമൗണ്ട് ആണ് അഫനാസി നിക്കിറ്റിൻ സീമൗണ്ട് എന്ന് പറയുന്നത്. സീമൗണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഒരു കടലിൽ കാണുന്ന സീബെഡിൽ കാണുന്ന ഒരു സ്ട്രക്ചറൽ ഫീച്ചർ ആണ്. അതായത് സീബെഡിൽ നിന്ന് ഉയർന്നിരിക്കും, എന്നാൽ സീ സർഫസിനേക്കാൾ താഴ്ന്നിരിക്കും. അതായത് കടലിലുള്ള ഒരു മൗണ്ട്, ഒരു പർവ്വതം, അതാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അഫനാസി നിക്കിറ്റിൻ സീമൗണ്ട് എന്നാണ് ഇതിന്റെ പേര്. ഇനി അഫനാസി നിക്കിറ്റിൻ എന്ന് പറയുന്ന ആക്ച്വലി ഒരു ഹിസ്റ്റോറിക് പേഴ്സണാലിറ്റി ആണ്. നമ്മൾ ഇന്ത്യയിലേക്ക് ഒരുപാട് ട്രാവലേഴ്സ് വന്നിട്ടുണ്ട്, അവരുടെ ട്രാവലോഗ്സ് ഉണ്ട്. അപ്പൊ അഫനാസി നിക്കിറ്റിൻ എന്ന് പറയുന്നത് ഹി വാസ് ആക്ച്വലി എ റഷ്യൻ മർച്ചന്റ് ആൻഡ് വൺ ഓഫ് ദ ഫസ്റ്റ് യൂറോപ്യൻസ് ടു ട്രാവൽ ടു ഇന്ത്യ ആൻഡ് ഡോക്യുമെന്റ് ഹിസ് വിസിറ്റ് ടു ഇന്ത്യ. അപ്പൊ ഇന്ത്യ സന്ദർശിക്കുകയും ഇന്ത്യയെക്കുറിച്ച് എഴുതുകയും ചെയ്ത ആദ്യത്തെ യൂറോപ്യന്മാരിൽ ഒരാളാണ്. ഫസ്റ്റ് വന്നത് നിക്കോളാ കോണ്ടിയാണ്, നിങ്ങൾക്കറിയാം, അദ്ദേഹം ഇറ്റലിയിൽ നിന്നാണ് വന്നത്. നിക്കോളാ കോണ്ടിക്ക് ശേഷം രണ്ടാമത് വന്നതെന്ന് വേണമെങ്കിൽ പറയാം അഫനാസി നിക്കിറ്റിൻ. ആക്ച്വലി റഷ്യയിൽ നിന്നാണ് അദ്ദേഹം വന്നത്. ഹി ഡിസ്ക്രൈബ്ഡ് ഹിസ് ട്രിപ്പ് ഇൻ എ നരേറ്റീവ് നോൺ ആസ് എ ജേർണി ബിയോണ്ട് ദ 3 seas. അപ്പൊ അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ പേരാണ് എ ജേർണി ബിയോണ്ട് ദ 3 seas. അപ്പം അഫനാസി നിക്കിറ്റിൻ സീമൗണ്ടിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അതിന് പേര് കൊടുത്തിരിക്കുന്നത്, അഫനാസി നിക്കിറ്റിൻ സീമൗണ്ടിന്റെ പേര് കൊടുത്തിരിക്കുന്നത് അഫനാസി നിക്കിറ്റിൻ എന്ന് പറയുന്ന ഒരു റഷ്യൻ മർച്ചന്റ് ആൻഡ് ട്രാവലറുടെ പേരാണ് കൊടുത്തിരിക്കുന്നത്. അദ്ദേഹം ആരാണെന്നാണ് ഞാൻ പറഞ്ഞത്. 15ാം നൂറ്റാണ്ടിൽ ഇന്ത്യ വിസിറ്റ് ചെയ്ത ഒരു റഷ്യൻ ട്രാവലർ ആണ്. വൺ ഓഫ് ദ ഫസ്റ്റ് യൂറോപ്യൻ ട്രാവലർ. അദ്ദേഹത്തിന് മുമ്പ് നിക്കോളാ കോണ്ടി ഇറ്റലിയിൽ നിന്ന് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് വൺ ഓഫ് ദ ഫസ്റ്റ് യൂറോപ്യൻ ട്രാവലർ എന്ന് പറഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ നിക്കോളാ കോണ്ടിക്ക് ശേഷമാണ് അദ്ദേഹം കാലഘട്ടം പരിശോധിക്കുമ്പോൾ വരുന്നത്. അപ്പൊ ഇൻഫോർമേറ്റീവ് ആയിരുന്നു എന്ന് കരുതുന്നു. നിരന്തരമായിട്ട് ഇത് ന്യൂസിൽ വരുന്നുണ്ട്. കാരണം ഒരുപാട് റിച്ച് മിനറൽസ് എല്ലാം എക്സ്പ്ലോർ ചെയ്യാൻ, കൊബാൾട്ട് റിച്ച് ഏരിയ, അതുപോലെ തന്നെ ഫെറോ മാഗ്നസ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ, ഇതെല്ലാം എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്റർനാഷണൽ സീബെഡ് അതോറിറ്റിയിൽ നമ്മൾ പെർമിഷൻ സീക്ക് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് UPSC പ്രിലിംസിനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ഇൻഫോർമേറ്റീവ് ആയിരുന്നു എന്ന് കരുതുന്നു. താങ്ക് യു. തക്ഷശില IAS അക്കാദമി. ആസ്പയർ, എൻറോൾ, അച്ചീവ്.